ബേബി പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരായി ചോദിക്കുന്നു കേട്ടോ. സാഗറിന്റെ അമ്മയുടെ 2 ഡെലിവറി നോക്കിയിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പൊ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിറ്റ് Q&A പോലത്തെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ടാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 30-ാം തീയതി സൺഡേ ആണെന്ന് തോന്നുന്നുണ്ട് Q&A സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, Q&A ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്ന് രണ്ടിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ അന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട Q&A ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടത് എനിക്ക് കുറെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. 4-5 മാത്രമേ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയിലത്തെയും കമ്മ്യൂണിറ്റി പോസ്റ്റ് 2 കൂടിയിട്ട് ഇപ്പൊ ഒരുമിച്ച് റിപ്ലൈ തരാന്ന്. അപ്പൊ കുറച്ച് പേരെ ചോദിക്കുന്നു Q&A ഇടാന്ന് പറഞ്ഞിട്ട് എന്താ ഇടാത്ത, ലേറ്റ് ആവണേന്ന്. അപ്പൊ ഞാൻ ഇത്തിരി ലാഗായി പോയി. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഒരു Q&A എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കമ്മ്യൂണിറ്റിയിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സ്റ്റോറി ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികം, കല്യാണം കഴിഞ്ഞില്ല, ബേബി പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരായി ചോദിക്കുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ പേര് ഗർഭിണിയാണോ, പ്രഗ്നന്റ് ആണോ, ഞാൻ കണ്ടുപിടിച്ചു പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ലാട്ടെ ഇപ്പോ. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു ബേബി പ്ലാനിങ് എന്താണ്. അപ്പൊ ഞാന് വെയിറ്റ് കുറവായ കാരണം, ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവായ കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഫ്യൂച്ചറിൽ എന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാറായിട്ട് പറഞ്ഞ ഡോക്ടറെ കണ്ടിട്ട് ഓക്കെ ആക്കിയിട്ട് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ നോക്കി, അതായത് സാഗറിന്റെ അമ്മയുടെ 2 ഡെലിവറി നോക്കിയിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഈ വെയിറ്റ് ഓക്കെ ആണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഈ വെയിറ്റ് മതി എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പത്തെ എന്റെ ഒരു വെയിറ്റ് 36 29 ആയിരുന്നു, ഇപ്പൊ 36. അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള റുട്ടീനിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് കാലത്ത്, അതായത് ഉച്ചയ്ക്ക്, പിന്നെ ഈവനിങ്ങില്, പിന്നെ അതുപോലെ തന്നെ രാത്രി. കാരണം ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന കാരണം നല്ല രീതിയിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വെയിറ്റ് മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ആണെന്ന് പറഞ്ഞത്. 36-40 വരെ പോവുക, അതിൽ കൂടണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെയിറ്റ് ഓവർ ആവുമ്പോൾ PCOD അകത്തേനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ഓവർ ഇതാക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിറ്റ് കൂടിയ ഒരു പ്രശ്നമെന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ ഒരു ഹെൽത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ ലക്ക് പോലെ, കുട്ടി ഉണ്ടാവുന്ന കാര്യം അങ്ങനത്തെ നമ്മളൊക്കെ ലക്ക് പോലെ അനുഗ്രഹിച്ച്, ദൈവം അനുഗ്രഹിച്ച് അതിനനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ കാര്യം. ഡോക്ടറെ കണ്ടിട്ട് ഈ വെയിറ്റ് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ ഗൈസ്, ഇതാണ് ബേബി പ്ലാനിങ്ങിന്റെ ഒരു കാര്യം കേട്ടോ. അപ്പൊ വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോ നടക്കായിരിക്കും. അതെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാല്, അയ്യോ സത്യം പറയാലേക്ക് ഭയങ്കര സങ്കടമുണ്ട്. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാടയാണ്. അഹങ്കാരായി, കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ജാട കൂടിയെന്നാണ് പറയണത് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോ കല്യാണത്തിന് മുമ്പ് ഇപ്പോഴും വെച്ച് നോക്കുമ്പോ ഒട്ടും ആക്റ്റീവ് അല്ല. ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും സ്റ്റോറി, എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, സ്റ്റോറിയും ഒട്ടും ആക്റ്റീവ് അല്ല. അതേപോലെ തന്നെ ഇപ്പൊ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എന്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗുകളാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. എന്റെ പണ്ടത്തെ പോലെയുള്ള വ്ളോഗുകൾ ഞാൻ ഇടുള്ളത്. എനിക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടുള്ളത്. പക്ഷെ എന്ത് കണ്ടിട്ടാണ് എനിക്ക് ഇപ്പൊ അഹങ്കാരമായി എന്ന് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. സീരിയസ് ആയിട്ട് മനസ്സിലാവില്ല ഞാൻ എന്ത് അഹങ്കാരമാണ് എന്റെ വീഡിയോയിൽ വന്നിട്ട് കാട്ടിയെന്നുള്ളത്. ഇപ്പൊ എനിക്ക് പറയുന്നത്, ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലാതെ ഇപ്പൊ ഒരു മിനിറ്റിന്റെ റീല് കണ്ടിട്ട് ഒരാളെ വളരെ മോശമായിട്ടും അതേപോലെ തന്നെ വളരെ നല്ലതായിട്ടും ജഡ്ജ് ചെയ്യരുത്. അതെന്റെ ഭയങ്കരമായിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അത്രയും സങ്കടമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയും ഭയങ്കര റിക്വസ്റ്റ് ആണ്. ഒരാളുടെ ഒരു റീല് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ട വീഡിയോ എന്ന് വെച്ചിട്ട്, അതായത് ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ, പാത്രം കഴുകുന്ന വീഡിയോ, സാറായിട്ട് കൂടെ പുറത്തു പോകുന്ന വീഡിയോ, അതിൽ വരെ വന്നിരുന്ന കമന്റ് എന്ന് വെച്ചാൽ ജാടയാണ്. അതിൽ എന്താണ് ജാടാന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. അതൊന്നും നിങ്ങൾ കമന്റ് ചെയ്തോളൂ, എന്ത് ഇതിലാണ് ജാടാന്ന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീഡിയോസോ റീലോ കണ്ടിട്ട് ഒരാൾ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊറിയൻസിലൊക്കെ ഒരു മാമാ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യുന്ന ഒരാളുണ്ട്. അതായത് ഇപ്പോഴും ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ആളാണ് ഈ അടുത്ത് ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് അറസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് ഇത് വന്നത്. അപ്പൊ അതായത് ഒരു ജസ്റ്റ് ഒരു റീൽ കണ്ടുകൊണ്ട് ഒരാള് മോശമാണെന്നോ നല്ലതാണോ നമുക്ക് ഒറ്റയ്ക്ക് എന്താ പറയാ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇപ്പോഴും ഒരുപാട് വന്ന കമന്റാണ്, വിജിത അച്ഛനമ്മേനെ മറന്നു,
അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അച്ഛനമ്മയുടെ അടുത്ത് പോകുന്നില്ല, അവരുടെ കൂടെ വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോകാറുണ്ട്, പക്ഷെ ഞാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ഇടാറില്ല എന്ന് മാത്രം. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നവംബറിൽ കല്യാണം, ഡിസംബറിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കൊറിയർ അയക്കാൻ പോണാല് കുറച്ച് ദൂരെയാണ് എന്റെ വീട്, എന്റെ സ്വന്തം വീട്. മിക്ക ദിവസം കൊറിയർ അയച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടാണ് വരാറ്. അതായത് മിക്ക രാത്രികളിലാണ് പോയി വരാറ്. പക്ഷെ അത് എന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നതോ സ്പെൻഡ് ചെയ്യണതോ അതൊന്നും വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രം. അത് ഇടാണ്ടാവുമ്പോ, ആ ഒരു വീഡിയോ ഇടാണ്ടാവുമ്പോ അവരായിട്ട് സ്നേഹമില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുന്നില്ല, അവരെ മറന്നു എന്നാണ് അവർക്ക്. നമുക്ക് എല്ലാം വീഡിയോ ആയിട്ട് ഇടാൻ പറ്റണമെന്നില്ലല്ലോ. എന്റെ ഒരു ലൈഫ് ഇത്രയുണ്ട് വെച്ചാൽ അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും അപ്ലോഡ് ചെയ്യാറുള്ളത്. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നല്ല സന്തോഷമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് എല്ലാം എനിക്ക് ഒരേപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം. എനിക്ക് അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൂ. ഇപ്പൊ എനിക്ക് തന്നെ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നു. ഇപ്പൊ ഞാൻ സ്ഥലം മേടിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. വേണോ വേണ്ടയോ, ഇത് അപ്ലോഡ് ചെയ്യണം, ഇപ്പൊ അത് ചെയ്യണം, അത് എന്താണ് എങ്ങനെയാണ്, പിന്നെ കുറെ ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. ഞാൻ സ്ഥലം മേടിച്ചത് വേറെ ദിവസം, അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനത് സ്ഥലം മേടിച്ചു കൂട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഞാൻ എന്റെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാറില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാറ്. എനിക്ക് കൂടുതലും എന്റെ ബിസിനസ്സും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ പേരിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അല്ലാതെ എന്റെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ വന്നിട്ട് കരഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും അതുകൊണ്ട് എന്റെ ഒപ്പം ഇരുന്ന് കരയാൻ ആരും ഉണ്ടാവില്ല. അവര് മനസ്സിലാണ് നന്നായുള്ളോടി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അത് എന്നിട്ട് 10 ആൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാൻ ആ വീഡിയോ, എനിക്ക് ഒരു പ്രശ്നം വന്നൊരു വീഡിയോ, കറങ്ങിയിരുന്ന ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേണ്ട എന്ന് വെച്ചാൽ ഡിലീറ്റ് ആക്കും. പക്ഷെ ഈ കണ്ടവരുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാവും. എനിക്ക് അതുകൊണ്ട് എന്റെ ഫാമിലിയിലത്തെ ഇഷ്യൂ ആയാലും എന്റെ ഡിപ്രഷൻ ആയാലും സ്ട്രെസ് ആയാലും എനിക്ക് ഒന്നും പബ്ലിക് ആക്കാനായിട്ട് താല്പര്യമില്ല. എനിക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ്, അതായത് എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്റെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് അങ്ങനത്തെ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം. ഫേക്ക് അക്കൗണ്ടുകൾ, ഒറിജിനൽ അല്ല, ഒറിജിനൽ അക്കൗണ്ട് എന്തായാലും ഇടില്ലല്ലോ. ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്നെ കുറിച്ച് അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കാണ്. കഥ അങ്ങനെയാണ്, വിജിത് ഇങ്ങനെയാണ്, വിജിത് ആദ്യം എങ്ങനെയായിരുന്നു, വിജിത് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയായി, അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഒരു കഥ എഴുതിയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചേക്കാണ്. നോട്ട് പാഡിലോ വാട്സപ്പിലോ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് അവർ നിരന്തരമായിട്ട് എന്റെ ഷോർട്ട് വീഡിയോയില്, ലോങ് വീഡിയോയില്, എല്ലാ വീഡിയോസിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതവര് ജോലിയാക്കിയിട്ട് എടുത്തേക്കാണ്. അപ്പൊ ഇത് ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യം കൂടെയല്ല, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം കൂടെയല്ല, ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കമന്റ് കാണുമ്പോൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. നമ്മളൊരു കഥ എഴുതിയിടുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു റീൽ ഒറ്റയടിക്ക് 1 മിനിറ്റിൽ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് കഥകളൊക്കെ എഴുതിയിടുന്നുണ്ടല്ലോ, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കുറച്ച് നാൾ കഴിഞ്ഞൊന്ന് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ എത്രത്തോളം സത്യമുണ്ട്, എന്താണ് ഇതിന്റെ സത്യം എന്നൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ഒരാളുടെ ലൈഫ് കേട്ടോ. അപ്പൊ ഈ ജാടയാണ് എന്ന് പറഞ്ഞതിനുള്ള റിപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടിട്ടാണ് ജാട എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവണില്ല. കുറെ പേരില്ലാത്ത കുറെ കമന്റ്സുകൾ ഉണ്ടാക്കി എഴുതുന്നുണ്ട്. ഞാനത് വിഷമമുണ്ട്, പക്ഷെ ഞാനത് എന്താ ചെയ്യാ. പിന്നെ ബിസിനസ്സിൽ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ബിസിനസ്സിൽ അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഞാൻ പിന്നെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, സത്യമായിട്ട് പറയാലോ, അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു സ്മോൾ ബിസിനസ് ആണ്, ഞാൻ തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, കൊറിയർ പാക്ക് ചെയ്ത് അയക്കാത്തതുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാനാണ് മെറ്റീരിയൽ എടുക്കണത്, അത് മാനേജ് ചെയ്യണത്, മെറ്റീരിയൽ കഴിയാറായോ അത് ഇത്, പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളുടെ കാര്യം, അവരേതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എന്തൊക്കെ ഉണ്ട് അങ്ങനെയുള്ള, അതായത് എല്ലാ കാര്യങ്ങളും, കൊറിയർ കസ്റ്റമറിന് കിട്ടുമോ, എന്തെങ്കിലും പെൻഡിങ് ഉണ്ട്, അതൊക്കെ ഫുൾ അത് ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫാമിലിയിലത്തെ കാര്യങ്ങളുണ്ട്, നമുക്ക് സങ്കടമുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്, പെൻഡിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതായത് ബിസിനസിന്റെ അല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരു ബ്രെയിനിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കുകൾ വരാറുണ്ട്. എന്ത് പറയുന്നു, വലിയ വലിയ ബ്രാൻഡുകൾക്ക് വരെ മിസ്റ്റേക്ക് വരാറുണ്ട്. അതായത് ഫോൺ ഓർഡർ ചെയ്തിട്ട് സോപ്പ് കിട്ടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള വലിയ വലിയ ആമസോൺ, ഫ്ലിപ്കാർട്ട് സംഭവങ്ങൾ, മീഷോകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ചെറിയൊരു ബിസിനസ്സായി എനിക്ക് സ്വാഭാവികമായിട്ട് കുഞ്ഞിതൊക്കെ വരാറുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവാറുണ്ട്, ചിലപ്പോൾ ഡ്രസ്സ് തെറ്റി അയക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺഫേം പറയാൻ പറ്റിയ കാര്യം, ഞാൻ ആരുടെയും പൈസ പറ്റിക്കാറില്ല, ഒരു കാര്യം നല്ല ഉറപ്പാണ്. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയിട്ടായാലും ഒരാളുടെ 100 രൂപയായാലും 10 രൂപയായാലും പറ്റിക്കാറില്ല. എന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ഒരാളെ 10 രൂപ പറ്റിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളുടെ 10,000 പോകും.
അത് കർമ്മ എന്ന് പറഞ്ഞാൽ 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെയും പറ്റിക്കാറില്ല. അഥവാ ഡ്രസ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ പറ്റിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മിസ്റ്റേക്കുകളൊന്നും പറ്റിയിട്ടില്ല ഞാൻ പറയാറില്ല. എന്തെങ്കിലും അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അഥവാ പൈസ മേടിച്ച് വെച്ചിട്ട് ഡ്രസ്സ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പൈസ അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക, ഡ്രസ്സ് അങ്ങനത്തെ ഇതൊന്നും ചെയ്യാറില്ല. അഥവാ ലേറ്റ് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കാറ് മാത്രം. പക്ഷെ ഞാൻ മാക്സിമം വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം ശരിയാവട്ടെ ഭഗവാനെ. അങ്ങനെ പിന്നെ അത് വായിച്ചു. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എനിക്ക് എൻ്റെ അച്ഛനമ്മ തന്നെയാണ്. അതിപ്പോ സാഗരേട്ടനായാലും അറിയാം. കാരണം കുറെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 23 വയസ്സ് വരെ വെറുതെ എത്തില്ലല്ലോ. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പായാലും അത് എപ്പോഴായാലും ജീവിത അവസാനം വരെ അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ സാഗരേട്ടനായാലും അറിയാം. അവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നാഗവല്ലിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ പിന്നെ നാഗവല്ലിയാണ്. അതിപ്പോ എന്റെ ലൈഫിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ, എന്റെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ബിഗ് സീറോ. അപ്പോ എന്താ പറയാ, എന്റെ അച്ഛനമ്മയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. അവരെ കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി ഈ ലൈഫ് ഫുൾ ഞാൻ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണ്. അവർക്ക് വേണ്ടി ലൈഫിൽ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഒരാളാണ് ഞാൻ. എന്ത് കാര്യം ചെയ്യുമ്പോഴേക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് അവരുടെയും കൂടി ആ ഒരു ഇത് ഉണ്ടെങ്കിലാണ് എനിക്ക് ആ ഒരു ഇത് ഫുൾ, അതായത് ഫില്ലാവുള്ളൂ. അവരുടെയും കൂടി ആ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ വിശ്വാന്തി ക്ലോത്ത് സ്റ്റോറിൽ തന്നെ ഇട്ടത് എന്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പൊ എന്ത് കാര്യത്തിൽ അവരുടെ ഒരു കൈ ഉണ്ടെങ്കിൽ അത് അടിപൊളിയാവും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ് സാഗരേട്ടൻ. ഇപ്പൊ ബിസിനസ് എനിക്ക് നല്ല രീതിയിൽ മെന്റലിയും കൂടി നല്ല രീതിയിൽ പോകാൻ പറ്റണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗരേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക, അവരാരെങ്കിലും അവോയ്ഡ് ചെയ്യുക, അവരാരെങ്കിലും വിഷമിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാളായാലും പിന്നെ അവരെ ഞാൻ ഇതാക്കില്ല. അങ്ങനെ ഒരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരുടെ എൻ്റെ ലൈഫിൽ പിന്നെ മൈൻഡ് ചെയ്യില്ല. അതാരായാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈസ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ? ഇപ്പോൾ നമുക്കൊരു മാസം ഒരു 32,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇതാക്കുമ്പോൾ അത് ഭയങ്കര ഇതായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എവിടെ ചെന്നാലും ഒരു വില ഉണ്ടാവും. അത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പൈസ ഇല്ലെങ്കിൽ ആർക്കൊരു വില ഉണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ തന്നെ വില ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഏണിങ്സ് ഉണ്ട്, നമുക്കൊരു ജോലി ഉണ്ട്, വരുമാനം ഉണ്ട് ചെയ്യുന്ന നമ്മളുടെ അടുത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരാൾ ഒരു അഭിപ്രായം ചോദിക്കില്ല. ആരും നമ്മൾ മൈൻഡ് ചെയ്യുക പോലും ചെയ്യില്ല. അച്ചൂസ് വേൾഡ് 297, നിങ്ങൾ എന്തിനാ ഇപ്പൊ വേറെ സ്ഥലം വാങ്ങിയത്? നിങ്ങൾക്ക് സാധാരണ ഓൾറെഡി വീടുണ്ടെന്ന് പറഞ്ഞതാണ് എന്ന്. സാധനമായിട്ടൊന്നും വീടുണ്ട്, പക്ഷെ എനിക്ക് എന്താ പറയാ, നമുക്കായിട്ട് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വെച്ചിട്ടൊരു സ്ഥലം മേടിക്കുക, അതിലൊരു വീട് പണിയാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം. ഇപ്പോഴൊന്നും അല്ലെങ്കിലും മെല്ലെ നമുക്ക് പറ്റുന്ന പോലെ മെല്ലെ ഇപ്പൊ വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ. പിന്നെ ഇനി ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോന്നും സംഭവിക്കുമ്പോൾ നല്ലതായാലും പോസിറ്റീവ് ആയാലും നല്ലതും പൊട്ടയായാലും ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നെ ഇനി അത് ആവർത്തിക്കണ്ടേ, ഞാൻ അങ്ങനെ ചെയ്യണോ എന്നുള്ളതൊക്കെ. അപ്പൊ അത് നടന്നത് ജീവിതത്തിൽ സംഭവിച്ചത് നന്നായി, കുഴപ്പമില്ല. അത് പിന്നെ പാടാം, ഇനിയിപ്പോ അങ്ങനെ ചെയ്യണ്ട എന്നുള്ളൊരു ഓരോ പാടല്ലേ, ഇനിയിപ്പോ അങ്ങനെ ചെയ്യാം, കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാം, അങ്ങനെ ഓരോ പാഠങ്ങൾ നമുക്ക് കിട്ടില്ലേ. ഓരോ അനുഭവങ്ങളും ഓരോ പാടാണ്. പിന്നെ വിജി 4917, ഒരു റെസ്റ്റും ഇല്ലാതെ ഈ കുട്ടി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കുട്ടി ആരോഗ്യം നോക്കണം, തനിക്ക് താനും പെരക്കി തൂണും എന്നൊരു ചൊല്ലുണ്ട്. ഇടയ്ക്ക് അത് ഓർക്കണം. തനിക്ക് താനും പെരക്കി തൂണും. ഞാന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ 23 വയസ്സാണ്. ഇപ്പോഴാണ് നമുക്ക് കഷ്ടപ്പെടാനും ഓടാനും ചാടാനും കുറെ 3 മണി 4 മണി വരെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കുറച്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെൽത്തോ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പത്തെ ഒരു ഫുഡും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വയ്യാണ്ടൊക്കെ ആവും. ആ സമയത്ത് നമുക്ക് ഓടാനായിട്ട് പറ്റില്ല. ഈ പറഞ്ഞതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കേട്ടോ, അല്ല ഹെൽത്ത് നോക്കണം എന്നുള്ള റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഈ ഒരു ഏജ് നമുക്ക് കിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും പൈസ ഏൺ ചെയ്യാനും നമ്മുടെ അച്ഛനമ്മേനെ നോക്കാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ഈ ആരോഗ്യം ഉണ്ടാവില്ല.
ചിലപ്പോൾ നമുക്ക് വയ്യാതെ ആവാം, ചിലപ്പോൾ വല്ല അസുഖങ്ങൾ വരാം, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോഴത്തെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒക്കെയാണ്, ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഹെൽത്തുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഹെൽത്തൊക്കെ നോക്കുന്നുണ്ട്. ഉറക്കത്തിന്റെ കാര്യം മാത്രം കറക്റ്റ് ടൈമിൽ പറ്റുന്നില്ല എന്ന് മാത്രം. നമുക്ക് റിപ്ലൈ കൊടുത്ത് വരുമ്പോൾ ഒരു 3 മണിയാവും. അപ്പൊ നമുക്ക് എണീക്കുമ്പോ ഒരു 10 മണി 9:30 ഒക്കെ ആവും ചില സമയത്ത്. അപ്പോ അത് ഹെൽത്തിന് മോശമാണ്, ആ ഒരു ഇത് മാത്രം. പിന്നെ ആര്യ പേര് വായിക്കണ്ട, അപ്പൊ ചിലവരുടെ വായിച്ചില്ല എന്നുണ്ടാവും. ചേച്ചി ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ A to Z കാര്യങ്ങളൊന്നും പറയുമോ? അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഞാൻ, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടാ, ഇതിൽ ഞാൻ പറയുന്നില്ല. How to handle family life, social media and business together. എന്താണ് ഫ്യൂച്ചർ പരിപാടി? ഐ യു സെറ്റ് എനി ലോങ് ടൈം ഗോൾ? എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? ആൻഡ് ഹൗ ടു ഡിഡ് യു ഓവർകം ഇറ്റ്? പ്ലീസ് റിപ്ലൈ, ലോട്ട്സ് ഓഫ് ലവ്. ഡിപ്രഷൻ ആയിട്ടുണ്ടോന്നാണ് ആവാറുണ്ട് ഞാൻ, പക്ഷെ അതൊന്നും എനിക്ക് എന്തായാലും വീഡിയോ ആയിട്ട് ഇടാനായിട്ട് താല്പര്യമില്ല എന്ന് മാത്രം. അയ്യോ ഞാൻ ഇപ്പൊ സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, ഞാൻ കരച്ചിലാണ്, ബഹളം, എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഇടാനായിട്ട് കൂടുതൽ താല്പര്യം. ഫാമിലി ലൈഫും സോഷ്യൽ മീഡിയ ലൈഫും ബിസിനസ്സും ഒരുമിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര എന്താ പറയാ, ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല ചിലത്. അപ്പോൾ നമ്മൾ ഫാമിലി ലൈഫിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് ഡം വെച്ചിട്ട് താഴത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ ഇതാകുമ്പോൾ ഫാമിലി ലൈഫിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇത് വരും. അപ്പൊ എളുപ്പമുള്ള കാര്യമല്ല സോഷ്യൽ മീഡിയ. ഇതിന്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയും കൂടിയും ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അതിൽ വരുന്ന കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തലയ്ക്ക് മൊത്തത്തിൽ നമ്മുടെ ഭ്രാന്ത് പിടിക്കാറുണ്ട് ചില ദിവസം. യൂട്യൂബ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് ആഗ്രഹമുണ്ട് വിജയുടെ പോലെ അച്ഛനമ്മേനെ നോക്കാൻ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ. യൂട്യൂബ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ശരിയാണ്, യൂട്യൂബ് ഉള്ള കാരണം എന്റെ കുറെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബിസിനസ്സും ഇതുള്ള കാരണം, കൂടുതൽ ബിസിനസ് അതും കൂടി ഉള്ള കാരണം എനിക്ക് നല്ല രീതിയിൽ ഞാൻ വിചാരിച്ച ആഗ്രഹങ്ങൾ എനിക്ക് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയില്ല, എല്ലാവരും കുറച്ച് പേര് വിചാരിച്ചിരിക്കുന്നത് യൂട്യൂബാണ് എന്റെ ഫസ്റ്റ് ഏർണിംഗ് എന്നാണ്. പക്ഷെ അല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ടീച്ചിങ് GTECിലാണ്, കുറച്ച് പേർക്ക് അറിയാലോ GTEC, അവിടെയാണ് ഞാൻ ടീച്ചിങ്ങിന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം ഇരിങ്ങാലക്കുട GTEC, പിന്നെ ഞാൻ പഠിച്ചോടത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പൊ അത് മുതലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയി തുടങ്ങിയത് കേട്ടോ. അപ്പോ എന്താ പറയാ, അങ്ങനെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് യൂട്യൂബ് ആണോ ഫസ്റ്റ് ഏർണിങ്സ് തുടങ്ങിയതല്ല. ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ടീച്ചിങ്ങിന്റെ ഇതിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ കൊറോണയുടെ ഒരു ഇഷ്യൂ വന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ബിന്ദു പറഞ്ഞത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോന്ന്. എനിക്ക് ആദ്യം ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് 2 ഇവിടെ കട്ടപ്പല്ലുണ്ടായിരുന്നു. ബിന്ദുവിന് ഒരു സൈഡ് കട്ടപ്പല്ലുള്ളപ്പോൾ എനിക്ക് 2 സൈഡിലുണ്ടായിരുന്നു. അത് ചിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പല്ല് പറിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു, കെട്ടിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ വർത്താനം പറയാനായിട്ടുള്ള ഒരു മടി, ചമ്മലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ വന്നിട്ട്. പിന്നെ ഞാൻ മുമ്പ് വീഡിയോസ് ഇങ്ങനെ റീൽസോ ടിക്ടോക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള പരിചയവും ഇല്ല, അതിന്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ ബിന്ദുവിനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനാണ് എടുത്തു കൊടുത്തിരുന്നതും. കണ്ടന്റ് ഒക്കെ ചാലഞ്ച് വീഡിയോസ് ചെയ്യാം, അതേപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക, തംബ്നെയിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട് യൂട്യൂബിനെ കുറിച്ചിട്ട്. അപ്പൊ അവള് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ എനിക്കാണെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കഴിഞ്ഞതിന്റെ ചെലവ്, പിന്നെ വീട് പണിയുടെ ചെലവ്, പിന്നെ ലോണ് കാര്യങ്ങള്. അപ്പൊ കൊറോണയുടെ സമയത്ത് ഭയങ്കര പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമില്ല. അപ്പൊ അത് അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു പൈസ ഏർണിങ്സ് ഉണ്ടായാലേ ശരിയാവുള്ളൂ. 10-20 വയസ്സായില്ലേ, നമുക്ക് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കണം, വീട്ടുകാരെ നോക്കണം, ആ ഒരു ഇത് ഉണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടുകാരനെ ഫോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അച്ഛനമ്മേനെ ഒന്ന് ഇരുത്തി അവരെ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ, ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ, യൂട്യൂബ് വീഡിയോസ് ചെയ്യാം, സെറ്റ് ആവുമ്പോൾ സെറ്റ് ആവട്ടെ എന്ന്. പിന്നെ ഞാൻ എന്താണോ അതായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി ഇതാക്കാനും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ യൂട്യൂബ് ഒന്ന് സക്സസ് ആയി വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ യൂട്യൂബ് വീഡിയോസ് ഇട്ട് പിന്നെ എനിക്ക് ബാക്കിയുള്ള ടൈമൊക്കെ എനിക്ക് ഫ്രീ ടൈമാണ്. ഇപ്പൊ ഒരു വീഡിയോ ഒരു ദിവസം എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറെ ടൈം ഫ്രീ ആണ്. ഉറങ്ങുക, അങ്ങനെയൊക്കെ ഇരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ സ്ട്രെസ്സും ടെൻഷനുകളും. അവര് മിണ്ടിയില്ലല്ലോ, എൻ്റെ അടുത്ത് ഇവര് മിണ്ടിയില്ലല്ലോ, അവരതിൽ കൂടെ പോകുമ്പോൾ എന്നെ നോക്കിയില്ലല്ലോ, ചിരിച്ചില്ല, അങ്ങനെ ഓരോ സ്ട്രെസ്സും ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് വേണ്ട, അപ്പൊ നമുക്കൊരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. തയ്ക്കാൻ പഠിക്കാൻ പോയി, 2 മാസത്തെ കോഴ്സ് തയ്ക്കാൻ പഠിക്കാൻ പോയി. അങ്ങനെ മെല്ലെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ
തയ്യൽ പഠിപ്പിച്ച മിസ് ഉണ്ട്. ആ മിസ്സിന്റെ ഭയങ്കര ഹെൽപ്പും സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പൊ ബിസിനസ്സും യൂട്യൂബിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എപ്പോഴും എപ്പോഴും കുറ്റബോധം തോന്നാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു, മാരേജിന് ശേഷം ഏറ്റവും കുറ്റബോധം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്വാഭാവികമായിട്ട് കല്യാണത്തിന് മുമ്പ് നമ്മള് അച്ഛനമ്മയായിട്ടൊക്കെ തല്ലുകൂടാറില്ല. എല്ലാ കുട്ടികളും അയലത്തെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുകൂടാറും പിണങ്ങാറൊക്കെ ഉണ്ടാവും. ആരൊക്കെ അച്ഛനമ്മമാരായിട്ട് തല്ലുകൂടത്തെ. അപ്പൊ അങ്ങനെയൊക്കെ തല്ലുകൂടാറുണ്ടാവും. അപ്പൊ നമ്മള് അത്രയും വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമ്മള് വായിന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തല്ലുകൊടുമ്പോ അച്ഛനമ്മേനെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടില് വഴക്കുണ്ടാവുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വായിന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ വിഷമം വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതിപ്പോ ഞാൻ രാത്രി ചില സമയത്ത് ഒരു ഉറങ്ങാൻ നേരത്തൊക്കെ രാത്രി ചില സമയത്ത് ആലോചിക്കുമ്പോ ഓർമ്മ വരും, അയ്യോ ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അത് കുറെ നാള് മുമ്പാവട്ടാ, കല്യാണത്തിന് മുമ്പ് കുറെ നാള് മുമ്പാവും. അത് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് അയ്യോ എന്നുള്ളൊരു ഇത് വരും. എന്തിനാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരു ഇത് വരും. അതൊക്കെ എപ്പോഴും കുറ്റബോധം തോന്നാണ്. കല്യാണത്തിന് മുമ്പ് തല്ലുകൂടുമ്പോ അച്ഛനും അമ്മേനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും കുറ്റബോധം തോന്നി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് അറിയാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും ഏട്ടാ എനിക്ക് അച്ഛനമ്മേനെ വിളിക്കാൻ തോന്നുന്നുണ്ട്, എനിക്ക് സങ്കടമാവുന്നുണ്ട് പറയുമ്പോ ഏട്ടൻ പറയും ഇപ്പോഴാ 2 മണിക്കാ, വേണമെങ്കിൽ നീ അടുത്ത ആഴ്ച ഒരാഴ്ച നീ വീട്ടിൽ പോയി നിന്നോ, സമാധാനമായിട്ട് നിന്നിട്ട് വാങ്ങും. പക്ഷെ നമുക്ക് ബിസിനസ് ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം. കാരണം ഒരു സ്ഥലത്ത് പോയി നിന്ന് അവിടെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസിന്റെ ആ ഒരു കാര്യം ഫുള്ള് ഡൗൺ ആവും. ആ ഒരു കുറെ കാര്യങ്ങൾ നമ്മുടെ ഡൗൺ ആവും. അപ്പൊ അതുകൊണ്ട് നിൽക്കാൻ പറ്റാറില്ല, പോയി വരാനായിട്ട് പറ്റാറുണ്ട്. അതായത് കുറ്റബോധം തോന്നാറുള്ള കാര്യം ഇതാണ്. നമുക്ക് തല്ലുകൂടുമ്പോ ഓരോതൊക്കെ പ്രശ്നം പറയും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ പിന്നീട് അതെനിക്ക് ഭയങ്കര ആഫ്റ്റർ മാരേജ് നമ്മൾ ഇപ്പോഴും അച്ഛനമ്മേനെ എപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര വിഷമാവാറുണ്ട്. പിന്നെ വിജിയുടെ ഏജാണ് എനിക്കും. വിജിയുടെ ലൈഫിൽ എപ്പോഴും സക്സസ് മാത്രമാണ്. യുവർ ലക്കി. വീഡിയോ എപ്പോഴും കാണാറുണ്ട് ലവ്. വിജിയുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് എന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇടാറുണ്ട്. അവർ എൻ്റെ ഡ്രസ്സ്, ഞാൻ തയ്ക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് അതേപോലെ തന്നെ തയ്ച്ചിട്ട് അവർ സ്റ്റോറി. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഒരു ഇത് മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാൻ അവരുടെ ചാറ്റ് എടുത്ത് നോക്കുന്നത്. അവരുടെ ചാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് വിജി 2 മാസം ജസ്റ്റ് 2 മാസം ടൈലറിങ് പഠിച്ചിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ചെന്നൈയിൽ നിന്നാണ് തോന്നുന്നത്, ചെന്നൈയിൽ ഏതൊരു തമിഴ്നാടാണ്, ചെന്നൈയിൽ പോയിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ അച്ഛനമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. വിജി പറഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ട് 2 മാസം കൊണ്ടാണ് കോഴ്സ് 2 മാസത്തെ ടൈലറിങ് പഠിച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. വിജി 2 മാസം ഇത് പഠിച്ചിട്ടാണ് ഇങ്ങനെ ബിസിനസ് തുടങ്ങി, അപ്പൊ എന്തുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് ആ ചേച്ചിക്ക് ഒരു ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞു, ഓൺലൈനായിട്ട്. എന്നിട്ട് ആ പേജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതായത് എന്താ പറയാ, നമ്മൾ ചെയ്തൊരു ഇത് കണ്ടിട്ട് അവർക്ക് അത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടാനാണ് ഇഷ്ടം. അതായത് ബിസിനസ്സും എൻ്റെ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ എനിക്കിപ്പോ ഒന്ന് ഡിപ്രഷനാണ്, എനിക്കിന്ന് സ്ട്രെസ്സാണ്, എനിക്ക് കുറെ പ്രശ്നമുണ്ട്, എൻ്റെ വീട്ടിൽ ഞാനും സാഗരേട്ടനായിട്ട് ഇന്ന് തല്ലുകൂടി അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് കാര്യം, അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് ഇഷ്ടമില്ല. കാരണം നമ്മളത് പറയുമ്പോ ഓപ്പോസിറ്റുള്ള ആൾക്കാർ നന്നായുള്ളടി എന്നായിരിക്കും ഒരു ഭൂരിഭാഗം പേര് ചിന്തിക്കുന്നുണ്ടാവുക. എന്നിട്ട് ആ ക്ലിപ്പ് എടുത്ത് 10 പേർക്ക് അയച്ചു കൊടുക്കും. കണ്ട അവൾക്ക് ഉണ്ടായത് നന്നായുള്ളവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേര്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം ഷെയർ ചെയ്യുക. അതാണ് എന്റെ ആഗ്രഹം. കാരണം 10 ദിവസം കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു പ്രശ്നം മാറും, നമ്മളുടെ ആ ഒരു ഡിപ്രഷൻ മാറും. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിന് അത് ഒരിക്കലും മാറില്ല. അപ്പൊ അതുകൊണ്ട് എന്തിനാ അതൊക്കെ പറയണേ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഒരു Q&A ചെയ്യണം തോന്നി, അപ്പോ ചെയ്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ സ്ക്രിപ്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് കഥ എഴുതുന്ന ആൾക്കാർ അവർ നിങ്ങളുടെ കമന്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, കുറച്ച് നാൾ കഴിഞ്ഞത് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരാളുടെ ലൈഫ് ഇപ്പോഴും ഒരേപോലെയല്ല, കയറി ഇറങ്ങി നിൽക്കും. ചിലപ്പോൾ ഈ ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ കമന്റുകളൊക്കെ ഇടുന്നുണ്ടാവുക. കുറച്ച് ചിലപ്പോൾ കയറിയേക്കാം. ആ സമയത്ത് നിങ്ങൾ ഇതെടുത്ത് നോക്കാൻ സമയത്ത് അയ്യേ ഞാൻ ഇതിനിങ്ങനെ ഒരു കമന്റ് ഇട്ട വേണ്ടായിരുന്നു
ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ അവരുടെ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എപ്പോഴും ഒരാളുടെ ലൈഫ് ഒരേപോലെ അല്ല, കയറി ഇറങ്ങി നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരാളെ ജഡ്ജ് ചെയ്യരുത്. അതെന്റെ ഭയങ്കര താഴ്മയായിട്ടുള്ള റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ, സീ യു.